ഹായ്, കഴിഞ്ഞ ലക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുവൈറ്റ് വാറിൻ്റെ കഥയാണ്. അതെ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധമെന്ന് പറയുന്നത് അതെപ്പോഴും മനുഷ്യർക്ക് പ്രയാസവും ബുദ്ധിമുട്ടും മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും ലോകത്തിന് മൊത്തം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെ തന്നിട്ടുള്ളൂ. അപ്പം കഴിഞ്ഞ ലക്കത്തിൽ കുവൈറ്റ് വാറിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടു വന്ന അതിൻ്റെ ഭീതിജനകമായ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, ഇതൊക്കെ വിശദമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത്. ഇത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുവൈറ്റ് വാറിനെ പറ്റിയുള്ള എൻ്റെ വീഡിയോ കാണുക. അത് എൻ്റെ സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ലക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കുവൈറ്റ് വാറിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന അങ്ങനെയുള്ള ആൾക്കാർ നാട്ടിലെത്തിയപ്പം അവരുടെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നെന്ന്. അപ്പം ഈ അനുഭവത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് എനിക്ക് അക്കാലത്ത് ഞാൻ കേട്ട പല കഥകളിലും കുവൈറ്റിൽ നിന്ന് ഒന്നുമില്ലാതെ വന്നവർ, വെറും കൈയോടെ വന്നവർ, സ്വന്തം വീട്ടുകാർ, അത് ഭാര്യയായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, ഈവൻ സ്വന്തം അപ്പനും അമ്മയും വരെ തള്ളിക്കളഞ്ഞു, സ്വന്തം വീട്ടിൽ കയറ്റിയില്ല, അങ്ങനെ പല കഥകളാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. ഒന്നുമില്ലാതെ വെറും കൈയോടെ വന്ന ഈ സഹോദരങ്ങളെ അവരുടെ വീട്ടിലുള്ളവർ എങ്ങനെയാണ് അവരെ സ്വീകരിച്ചത്, പിന്നീടുള്ള അവരുടെ ജീവിതം, ഒരു ജോലിയും കൂലിയും ഇല്ലാതിരുന്നപ്പോഴുള്ള അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു, അതാണ് ഞാൻ ഈ പ്രാവശ്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. അതിനു മുമ്പ് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്തയാൾക്ക് എപ്പോഴും വഴക്ക് കിട്ടും, അടി കിട്ടും, അതുപോലെ തന്നെ പഠിക്കാനുള്ള പ്രഷർ, കുടുംബത്തിൻ്റെ ഭാരം, അങ്ങനെ ഒരു നീണ്ട നിര. മൂത്തയാൾക്ക് എപ്പോഴും ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മൂത്തയാളെ റോൾ മോഡലായിട്ടാണ് കാണുന്നത്. ഇപ്പം ഈയിടെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു 10 മക്കളുള്ള ഒരു കുടുംബത്തിനെ കണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പൻ പറയുവാണ്, ഞാൻ എൻ്റെ മൂത്ത കുട്ടിയെ വളരെ നന്നായിട്ടും അച്ചടക്കത്തോടെയും നല്ല രീതിയിലാണ് വളർത്തുന്നത്. കാരണം മൂത്തവൾ നന്നായാൽ, അവൾ റോൾ മോഡലായാൽ അവൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകും. അപ്പോൾ മൂത്തതിനെ നന്നായിട്ട് വളർത്തണം, അപ്പോൾ ഇളയ കുട്ടികളും നല്ലതായിട്ട് വളരും. അപ്പം എന്ന് പറഞ്ഞ പോലെ മൂത്തയാൾക്ക് നല്ല റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മൂത്തയാൾ ഇളയ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താനും അതുപോലെ തന്നെ വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനും വളരെയധികം പരിശ്രമിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് എന്നതിലുപരി മൂത്തയാളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം 12 മക്കളുള്ള ഒരു കുടുംബത്തിലോട്ട് അവിടുത്തെ മൂത്ത മരുമകളായിട്ട് വരിക, അവർക്ക് മകളായിരുന്നു എന്ന് വരുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല. അവിടെ മരുമകളായിട്ട് വന്നയാൾ മകളായിട്ട് മാറാനായിട്ട് അതും ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഈ 12 മക്കളുടെ കുടുംബത്തിലെ മൂത്ത മരുമകൾ ഈ കുവൈറ്റ് വാർ കഴിഞ്ഞിട്ട് ആ കുടുംബത്തിലോട്ട് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അവർ കഴിഞ്ഞത്, അവരുടെ സാഹചര്യം എങ്ങനെയാണ്, ഇതൊക്കെ നമ്മളോട് ആ കുടുംബത്തിലെ മൂത്ത മോനും മരുമോളും നമ്മളോട് വിശദീകരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് പിന്നെ അപ്പോൾ ഈ അളിയൻ്റെ അനി എന്ന് പറയുന്ന അളിയൻ്റെ അവൻ ദുബൈയിലായിരുന്നു. അപ്പോൾ അവൻ്റെ ചേട്ടൻ ഈ സാന്താക്രൂസ് പള്ളിയിലെ വളരെ ആക്റ്റീവ് മെമ്പേഴ്സായിരുന്നു. അവർ ബ്രദേഴ്സ് 2 പേര്. അപ്പോൾ അവർ 2 പേരൂടെ ഞങ്ങളെ വന്ന് കാണാൻ വന്നു. അതുപോലെ തന്നെ മറ്റേ അനിയത്തിയുടെ ആങ്ങളെയും ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ അവരും കാണാൻ വന്നു. അപ്പോൾ അവരെല്ലാം കൂടെ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, അതായത് ഈ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത സപ്പോർട്ടിൽ പോകാതെ തന്നെ ബാക്കിയുള്ള സപ്പോർട്ടെല്ലാം അവർ തന്നു കഴിഞ്ഞപ്പം പിറ്റേ ദിവസത്തെ അന്ന് ഞങ്ങൾ രാവിലെ വരുന്നു, അന്ന് വൈകിട്ട് തന്നെയുള്ള സ്പെഷ്യൽ ട്രെയിൻ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഇട്ടിരിക്കുന്ന സ്പെഷ്യൽ ട്രെയിൻ ഞങ്ങൾ അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഞങ്ങൾ ഈ 19-ാം തീയതി ഈ യാത്ര തുടങ്ങി ഈ 19-ാം തീയതി തന്നെ തിരിക്കാൻ കാരണം, 18-ാം തീയതി തന്നെ ഞങ്ങൾ തിരിച്ചു. 19-ാം തീയതി 21-ാം തീയതി ബോംബെയിൽ വന്നു. തിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കുടുംബം, ഫാദറും ബ്രദേഴ്സും അവരെല്ലാം വളരെ
ഇങ്ങനെ ഓരോ ദിവസവും ഓരോരോ സ്റ്റോറി കേൾക്കുമല്ലേ, ഇന്നാൾ മരിച്ചു, ഇത്ര പേര് മരിച്ചു, അവർ ഇറാഖിൻ്റെ അതിക്രമം രൂക്ഷമാകുന്നു, ഇങ്ങനെ ഭയങ്കര പേടിപ്പിക്കുന്ന വാർത്തകളാണ് അവർ കേട്ടത്. അപ്പോൾ അന്നേരം എൻ്റെ ഫാദർ അച്ചാച്ചന് എങ്ങനെയാണ് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതെന്ന്, ടെലിഫോൺ ബന്ധമില്ല. അപ്പോൾ ആരോ അച്ചാച്ചനോട് പറഞ്ഞു ഈ ഹോം റേഡിയോ സർവീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹോം റേഡിയോ സർവീസിൽ ആരാണ്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അച്ചാച്ചൻ അവരോട് പറഞ്ഞു എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് വിവരമൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹോം റേഡിയോ പോയിട്ട് ഈ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു, നിങ്ങളുടെ ഫാദർ വളരെ വറീഡാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും കൂടെ തിരികെ ചെല്ലണം. അപ്പോൾ അന്നേരം അവർ ഇത് കണക്ട് ചെയ്തു തന്നു. അങ്ങനെ കണക്ട് ചെയ്ത് ഇന്ന് ഞാൻ എൻ്റെ ഫാദറിനോട് സംസാരിച്ചു, ഞങ്ങളെല്ലാവരും സേഫാണ്, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഇവിടുന്ന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ദിവസം ഞങ്ങൾ വരുന്നതായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അന്ന് അത്രയും നേരത്തെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ആയിട്ട് വന്നു. ഞങ്ങൾ ഇതിനകത്ത് ഒരു സന്തോഷം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒന്നുമില്ലാതാണ് ഈ വരുന്നത്. എല്ലാവരും മിക്ക ആൾക്കാരുടെയും സേവിങ് എല്ലാം സീറോ ആണ് മിക്കവാറും. അല്ല, അതായത് ആ മാസത്തെ സാലറി മാത്രമേ ഉള്ളൂ, അതിന് മുമ്പുള്ള പൈസ എല്ലാം അവർ ഫ്രോസ് ചെയ്തു. അതെല്ലാം പിന്നെ കുറച്ച് പേരുടെ ഉള്ളൂ. അതും കുവൈറ്റ് ദിനാർ ആകുമ്പോൾ ഇൻവാലിഡ് ആയില്ലേ. കുവൈറ്റ് ദിനാറിന് പിന്നെ വാല്യൂ ഇല്ലായിരുന്നു. പക്ഷേ എയർപോർട്ടിൽ വന്നപ്പം ഇന്ത്യ ഗവൺമെൻറ് കുറച്ച് പൈസ ഓരോരുത്തർക്ക് 5000 രൂപ വെച്ച്, അതായത് ഈ നമ്മൾ കുവൈറ്റ് കണ്ടാതെ അതിൻ്റെ വാല്യൂ അങ്ങ് കുറച്ചിട്ട് 25 രൂപ വെച്ച് എങ്ങാണ്ട് കുവൈറ്റ് ഗവൺമെൻറ് ഈ അന്ന് ഈ 60 രൂപ ഉള്ള സമയത്താണ് അവർ 25 രൂപ വെച്ച് ഈ കുവൈറ്റ് ദിനാർ വാങ്ങിച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിന് ചിലവിനുള്ള പൈസ കുറച്ച് പേരൊക്കെ അങ്ങനെ മാറി അങ്ങനെയുള്ള പൈസ കൊണ്ട് വന്നു. പക്ഷേ ഞങ്ങൾ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ 21 പേരുണ്ട്. ഈ അനിയൻ്റെ അവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കായംകുളത്ത് ഇറങ്ങിയത്. എന്നിട്ട് ഈ കായംകുളത്ത് ഇറങ്ങിയിട്ട് ഒരു പോട്ടർമാർ, കായംകുളത്തെ റെയിൽവേ സ്റ്റേഷനിലെ പോട്ടർമാർ, അവർ ഞങ്ങളോട് പൈസ ഒന്നും വാങ്ങിച്ചില്ല. നിങ്ങളൊന്നും ഇല്ലാതെ വന്നവരാണ്, ഞങ്ങൾക്കൊന്നും വേണ്ട. അങ്ങനെ അവർ സഹായിച്ചു. ഞങ്ങൾ എല്ലാവരും ഇന്ന് വീട്ടിൽ വന്ന് അപ്പോൾ അന്നേരം കുടുംബ വീടേ ഉള്ളൂ, ആർക്കും വേറെ വീടൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ ഈ കുടുംബ വീട്ടിലാണ് ഈ 21 പേരും അന്ന് കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ 21 പേരും വന്നപ്പം നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യം അധികം ഒന്നുമില്ല. അപ്പൊ പിന്നെ നിങ്ങളുടെ ഇപ്പൊ ഞാൻ കാണുന്ന നോക്കും മിസ്സസ് സോമൻ മത്തായി, അത് ആ ഓർമ്മകൾ തന്നെ കരയിപ്പിക്കുവാണ്. ഇപ്പൊ എന്റെയും കണ്ണ് നിറഞ്ഞു. കാരണം ഓർക്കണം, ആ പോട്ടർമാർക്ക് പോലും കരുണ തോന്നി ഒരു പൈസയും വാങ്ങിക്കാതെ ഇവിടെ എത്തി. അപ്പൊ ഒരു കൂട്ടായ പ്രയത്നമായിരുന്നു നിങ്ങളെ നാട്ടിലെത്തിക്കുക എന്നുള്ളത്. ഈ ഇറാഖികളും ഇന്ത്യൻ ഗവൺമെന്റും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യരുടെയും വളരെ സപ്പോർട്ടായിരുന്നു എല്ലാവരും ഓൾ ദ വേ. ഇനി അപൂർവമായിട്ടുള്ള കേസിലേ ഉള്ളൂ ഈ ഇവര് എന്തുവാ രാഷ്ട്രീയം കാണിച്ചത്, പ്രത്യേകിച്ച് ഇന്ത്യക്കാരോട് നല്ല പെരുമാറ്റമായിരുന്നു. അപ്പൊ പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എത്ര നാൾ പിന്നെ നാട്ടിൽ നിന്നു? അപ്പോൾ പിന്നെ ഇതിനൊരു അൺഎൻഡിങ് പ്രോസസ് അല്ലേ. അപ്പോൾ ആർക്കും അറിയത്തില്ല എന്ന് കുവൈറ്റ് തിരികെ വരുമോ എന്ന് പോലും സംശയമുള്ള അവരാണ് ഇറാഖ് ഗവൺമെൻറ് ഇത് 19th പ്രൊവിൻസ് ആയിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തു ഈ കുവൈറ്റ് എന്ന് പറയുന്നത്. നോ മോർ കുവൈറ്റ് അവരുടെ പ്രൊവിൻസ് ആണെന്ന് പറഞ്ഞു. അവരതിന് കുറേ ഹിസ്റ്റോറിക്കൽ റീസൺസ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇനി അപ്പോൾ ഇത് തിരികെ വരുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പലരും നാട്ടിൽ വന്നിട്ട്, പർട്ടിക്കുലർലി നേഴ്സസ്, സിസ്റ്റേഴ്സൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ശമ്പളത്തിന് നാട്ടിൽ ജോലിക്കൊക്കെ കയറി. പിന്നെ ആണുങ്ങളാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടുന്നതൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള അറിഞ്ഞ് അവരും ജോലിക്ക് കയറി. ഇതിനേക്കാളൊക്കെ പ്രയാസമുള്ളത്, ഞങ്ങൾക്കൊക്കെ പ്രയാസം വന്നെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നുമില്ലാതെ എല്ലാം കൈവിട്ട് മടങ്ങി വന്നപ്പോഴേ ഈ വീട്ടുകാരെ ചിലരൊക്കെയെങ്കിലും അവരുടെ മനോഭാവമൊക്കെ അങ്ങ് പരിപൂർണമായിട്ട് മാറി. നാട്ടിലുള്ള സഹോദരങ്ങളും ഈ വെളിയിൽ നിന്ന് വന്നവരും തമ്മിലുള്ള റിഫ്റ്റായി അവസാനം വാടകയ്ക്കൊക്കെ വീട് താമസിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ ഒത്തിരി നമ്മളോട് ഓരോരുത്തർ ഷെയർ ചെയ്താൻ തുടങ്ങി. അത് നമുക്ക് വിഷമമായിപ്പോയി. കാരണം ഒന്നുമില്ലാതെ വന്നപ്പം ഈ സഹോദരങ്ങളും അപ്പനും അമ്മയൊക്കെ ഇങ്ങനെയാണല്ലോ ബിഹേവ് ചെയ്യുന്നതെന്നുള്ള അങ്ങനെ പല ഭവനങ്ങളിലും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങൾ ഈ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് കഥകളും പറഞ്ഞ് എല്ലാവരും ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം
പിന്നെ പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ അന്നേരം സ്കൂളിൽ പോകുന്നുള്ളൂ. അപ്പോൾ അവരെ പെട്ടെന്ന് സ്കൂളിലും ഇവിടെ അടുത്തുള്ള ഒരു സ്കൂളിൽ നല്ല സ്കൂൾ തിരക്കി അവിടെ കയ്യിലുള്ള ചെറിയ സമ്പാദ്യം കൊണ്ട് അവിടെ ഡൊണേഷനൊക്കെ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ചു. പക്ഷേ ഒരു ഏതാണ്ട് 9 മാസത്തോളം ഞങ്ങൾ, അതായത് ഓഗസ്റ്റിൽ വന്നു, പിന്നെ ഏതാണ്ട് മെയ് മാസം ആകുമ്പോഴാണ്, ഫെബ്രുവരി 26 ആകുമ്പോഴാണ് കുവൈറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പീരീഡ് കാരണം ആരുടെയിലും പൈസയൊന്നുമില്ല. പക്ഷേ അച്ചാച്ചന് അന്നേരവും ബിസിനസ്സുണ്ട്. അച്ചാച്ചൻ ഈ കുരുമുളകും പറങ്ങേണ്ടി അങ്ങനെ ഈ പല മലഞ്ചരക്ക് വ്യാപാരമുണ്ട്. അതുകൊണ്ട് അച്ചാച്ചന് ചന്തയിൽ പോവും, എന്നിട്ട് ഇപ്പോൾ ഇത്രയും പേർക്ക് ആഹാരം കഴിക്കണ്ടേ, അപ്പം ചാക്ക് കണക്കിന് അത്യാവശ്യം വെജിറ്റബിളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. കാരണം ആ കടന്നുപോയ വഴികൾ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണ് നനയിച്ചു. അപ്പം കടന്നു പോയവർക്കാണ് ഇപ്പം കേട്ട എനിക്ക് വിഷമം വന്നെങ്കിൽ കടന്നു പോയവരുടെ വിഷമം വന്ന് ഓർത്തെ. അപ്പം അന്ന് നിങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എല്ലാ സഹോദരങ്ങളും ഇവിടെ ഉണ്ട് അല്ലേ? എല്ലാ സഹോദരങ്ങളുടെ ഒത്തൊരുമിച്ച് ഒരു കുടുംബം ജീവിക്കുവാണ്. അപ്പൊ അന്ന് കാലത്തെ ആ ഓർമ്മയൊന്ന് പങ്കുവെക്കായോ? സ്ത്രീകൾക്കാണ് കൂടുതലായിട്ട് വീട്ടിലെ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനായിട്ടുള്ള മീൻസ് അവരാണത് ഗോത്രൂ ചെയ്തത്. അപ്പൊ അന്ന് എങ്ങനെയുണ്ടായിരുന്നു? അച്ചാച്ചൻ ഒരു ചാക്ക് വെജിറ്റബിൾ ഒക്കെ ആയിട്ട് മേടിച്ചോണ്ട് വരുമ്പം എങ്ങനെയായിരുന്നു അന്നത്തെ ആ കുക്കിങ്ങും പിള്ളേരെ ഒരുക്കി സ്കൂളിൽ വിടുന്നത്, അതൊക്കെ എങ്ങനെയായിരുന്നു? അത് വളരെ ടഫായിരുന്നു. പിള്ളേരെ വെളുപ്പിന് എഴുന്നേറ്റ് ഞാൻ ചോറൊക്കെ വെച്ച് അവർക്ക് ടിഫിനും ഒക്കെ വെച്ച് ഉണ്ടാക്കി കൊടുത്ത് 8 മണിയാകുമ്പോൾ അവരെ സ്കൂളിൽ വിടണം. സ്കൂൾ ബസ് വരും. 1 മിനിറ്റ് ലേറ്റായാൽ ബസ് മിസ് ചെയ്ത് പോകും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇവരെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് രാവിലെ ഡ്രസ്സും ചെയ്യിച്ച് പിന്നെ വിടുകയായിരുന്നു ഞങ്ങൾ. പക്ഷേ വന്നു കഴിഞ്ഞാലും ഇവരുടെ യൂണിഫോമൊക്കെ നനയ്ക്കുകയും അതൊക്കെ ചെയ്യണം. അന്ന് പിന്നെ എല്ലാം തേച്ച് വെച്ചെങ്കിലല്ലേ ഉള്ളൂ മറ്റേ ദിവസത്തേക്കിന് പറ്റത്തുള്ളൂ. ഇല്ല അങ്ങനെ എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും നോക്കി കഴിഞ്ഞൊക്കെ ഞാൻ കിടക്കുമ്പം 1 മണിയൊക്കെ ആവും രാത്രിയിൽ. പിന്നെ ഒരു എഴുത്തെഴുതി പപ്പായിക്ക് ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇവിടുന്ന് കൊടുത്തു വിടും. അവിടം വരെ ആയില്ലല്ലോ. അല്ല അപ്പൊ അന്നത്തെ കുക്കിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും അമ്മച്ചി ഒരു പ്രാവശ്യം അരി ഇട്ടാൽ ഒരു കലം നിറച്ച് ചോറ് കാണും. അത് കൊട്ടയെ കുഴഞ്ഞിടും. എത്ര അംഗങ്ങളുണ്ടായിരുന്നു വീട്ടിലെന്ന്? 21 പേരുണ്ടായിരുന്നു. 21 പേരും പിന്നെ നാട്ടിലുള്ള ഇല്ലായിരുന്നു. അവരോട് ചേർത്ത 21 അപ്പൊ അമ്മച്ചി ഒരു കൊട്ടയെ ചോറ് വെച്ചിട്ട് പിന്നെ കൊട്ടയിലോട്ട് കമത്തിയിടും. എന്നിട്ട് അടുത്ത ആ കലം തന്നെ കഴുകി അടുത്ത ചോറിന് 2 പ്രാവശ്യം വേണ്ട ചോറ്, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. അപ്പോൾ അതും കൂടെ ഇട്ട് അവിടെ ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അമ്മച്ചി അവിടെ വയ്ക്കും കിച്ചൺ. പിന്നെ വെജിറ്റബിളൊക്കെ അരിഞ്ഞു തരും. പിന്നെ ഇവരെല്ലാവരും സഹായിക്കും. പിന്നെ അങ്ങനെ ആണുങ്ങളൊക്കെ സഹായിക്കുമായിരുന്നോ? ആണുങ്ങളൊന്നും സഹായിക്കത്തില്ല. അവര് വർത്താനം പറഞ്ഞ് എല്ലാരും അല്ല, അന്ന് ആണുങ്ങൾ സഹായിക്കേണ്ട ആവശ്യമില്ല. ഒരു പെണ്ണുങ്ങൾ ആവശ്യത്തിനുണ്ടല്ലോ. പിന്നെ രാവിലെ ഞാൻ പറഞ്ഞ പോലെ ഇവക്കേ ഉള്ളായിരുന്നു ഇച്ചിരി ബേർഡൻ കൂടുതൽ. കാരണം ഇവരുടെ കുട്ടികളല്ലേ സ്കൂളിൽ പോകുന്നത്. അല്ല, അതുമല്ല, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും പിന്നെ പല സഹോദരങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. കാരണം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പം സ്വന്തമായിട്ട് ചെയ്യണം. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അന്നേരം ഈ ചില സമയങ്ങളിലൊക്കെ ഈ എല്ലാവരും ഇത്രയും പേരില്ലേ, ഇത്രയും പേര് ഇരിക്കുന്ന പറഞ്ഞ ഈ പണ്ടത്തെ അമ്മമാർക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. അവർ ആൺപിള്ളേരെ ഇച്ചിരി ഫേവർ ചെയ്യും. എനിക്കിപ്പോൾ 2ാമത്തേത് മോനാ. ടിഫിൻ കൊടുത്തു വിടും. എന്താ പറഞ്ഞാൽ ഈ അമ്മച്ചി എന്ത് ചെയ്യുന്നറിയാമോ, അവനൊരു മീൻ എക്സ്ട്രാ വെക്കും, വറുത്ത മീൻ. ഇത് പെൺപിള്ളേർ കണ്ടുപിടിക്കും. അമ്മച്ചി ബയാസ്ഡാണ്, അമ്മച്ചി അങ്ങനെ ചെയ്തില്ലയോ എന്താ, അവന് മാത്രം എന്തിനാ കൊടുക്കുന്നതെന്ന് പറയും. അപ്പം അതുപോലെ ഈ കുക്ക് ചെയ്ത് കഴിഞ്ഞെല്ലാം ഇപ്പം മീനൊക്കെ അന്നൊക്കെ ധാരാളമായിട്ട് കിട്ടുമായിരുന്നു. ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല ഞാൻ കേട്ടോ. മീനോ ഇറച്ചിയോ വെജിറ്റബിളോ ഒന്നിനൊരു കുറവ് അച്ചാച്ചൻ വരുത്തിയിട്ടില്ല. അച്ചാച്ചന് പിന്നെ ഈ കച്ചവടത്തിൽ നിന്ന് ആവശ്യം അനുസരിച്ച് ദൈവം വന്ന് ലാഭം കൊടുക്കും. അച്ചാച്ചൻ അതനുസരിച്ച് വീട്ടിലേക്കുള്ള സാധനവും കൊണ്ടുവരും. ഇവർ കുക്ക് ചെയ്യാൻ ആളും ഉണ്ടല്ലോ.
അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വലിയ മീനൊക്കെ വെച്ച് കഷ്ണം വെച്ച് കഴിഞ്ഞ് ഈ നല്ല മീൻകറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഈ ആമ്പിള്ളേരുണ്ടല്ലോ അവരാദ്യം ഇരിക്കുന്നത്, പെണ്ണുങ്ങൾ രണ്ടാമതേ ഇരിക്കത്തുള്ളൂ കഴിക്കാൻ. അപ്പോൾ ഇവർ ആദ്യം ഇരിക്കുന്നവർ വെച്ച് അങ്ങ് കഴിക്കും, നാട്ടിലെ ടേസ്റ്റ് അല്ലേ. അന്നേരം പിന്നെയും ഇവർ അമ്മയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പിന്നെയും എടാ വേണോ ഇനിയും അപ്പോൾ എല്ലാവർക്കും കൊടുക്കും. അവസാനം ഇങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾ ഒരു ദിവസം കണ്ടപ്പോൾ ഉണ്ടല്ലോ പെണ്ണുങ്ങൾക്ക് മീനില്ല. ഇവിടെ ആൺപിള്ളേരല്ല ഇവിടെ ഇങ്ങനെ 2, 3, 4 കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ച് കുശാലായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അന്നേരം പിന്നെ ഞങ്ങൾ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി അങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്കുള്ളത് മാറ്റി വെച്ചിട്ട് ഈ ഞങ്ങൾക്ക് തരാമോ. നല്ല പെണ്ണുങ്ങൾ. ഇല്ല, അവർക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു, പെണ്ണുങ്ങൾക്കൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ പെണ്ണുങ്ങൾ മോളിക്കുട്ടി വെച്ച് മോളിക്കുട്ടിക്ക് പിള്ളേർ സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഫ്രീ അല്ല, ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ വീട്ടിൽ പോയി കുറച്ച് സമയമൊക്കെ അവർക്ക് റിലാക്സ് ചെയ്യാമായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ട് ഈ ഫെബ്രുവരി 26 കുവൈറ്റ് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അമേരിക്കയുടെ ഹെൽപ്പോട് കൂടിയാണ് കുവൈറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. കാരണം അമേരിക്ക ഇല്ലായിരുന്നെങ്കിൽ കുവൈറ്റ് ഇന്ന് കാണത്തില്ല. അതിന് അമേരിക്കയെ നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അങ്ങനെ കുവൈറ്റ് റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി, പിന്നെ കുവൈറ്റ് ബാക്ക് ടു നോർമൽ ആകാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു മാസം എടുത്തു. അതിനു മുമ്പ് നിങ്ങൾ അന്ന് വീട്ടിലായിരുന്നപ്പോൾ കൂടുതൽ സമയവും നിങ്ങൾ കുക്കിങ്ങും പിന്നെ നിങ്ങൾ പ്രാർത്ഥന വീട്ടിലെ കുടുംബ പ്രാർത്ഥനയായിട്ട് 1.5 മണിക്കൂർ നിൽക്കും രാത്രിയിൽ. അത് അന്നേരം പിന്നെ കഥകളും പറഞ്ഞ് കുവൈറ്റിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ചിരിച്ച് ഭയങ്കര അട്ടഹസിച്ചൊക്കെയാണ് ചിരിക്കുന്നത്. അപ്പോൾ അയൽക്കാർക്കൊക്കെ സംശയം തോന്നിയിട്ടുണ്ട്, ഇവർ സഹോദരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വഴക്കുണ്ടാക്കുവാണെന്ന്. പക്ഷേ അവർ വന്ന് നോക്കുന്നുണ്ടെങ്കിൽ അറിയാം ഇവരെല്ലാവരും കൂടെ ചിരിച്ച്, അതായത് സന്തോഷിക്കുക. നിങ്ങൾ ഇത്രയും വേറെ എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളപ്പം നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലാതിരുന്നപ്പം ആൾക്കാർ വല്ലതും ചിന്തിച്ചോ, നിങ്ങൾ വല്ലതും എന്താ പറയുന്ന കുവൈറ്റിൽ നിന്ന് വലിയ കാര്യമായിട്ട്? അല്ല, ആദ്യം ഞങ്ങൾ വന്നപ്പം ഞങ്ങളെ പരിഹസിച്ചു, പലരും ബന്ധുക്കളും അയൽവക്കക്കാരൊക്കെ പരിഹസിച്ചു. ഈവൻ അച്ചാച്ചനോടാണ് പരിഹസിച്ച് പറഞ്ഞാണ്ട് പിള്ളേർക്ക് കിടക്കാൻ പോലും സ്ഥലമില്ല, കുഞ്ഞുകുട്ടി എന്ന അച്ചാച്ചൻ്റെ വീട്ടിൽ വിളിക്കുന്നത്, കുഞ്ഞുകുട്ടിയാണ്ട് വലിയ ചിക്കുവാകാൻ പോയി, എല്ലാവരെയും കൂടെ കിടത്താനെന്നും പറഞ്ഞ് പരിഹസിച്ചു. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ ഈ വന്ന ക്ഷീണവും വളരെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഒന്നുമില്ലാതെ എല്ലാവരും കൂടെ വന്നിരിക്കുന്നു, ഇനി എന്തോ ചെയ്യും ഇവരെന്നുള്ള. കാരണം ഒരു വലിയ ഫാമിലിയല്ലേ, പിന്നെ വരുമാന സ്രോതസ്സെല്ലാം നിന്നു. അപ്പോൾ അന്നേരം ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു ചോദ്യം ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഞങ്ങൾ അത് കാണിച്ചില്ല. പക്ഷേ അയൽവക്കക്കാർക്കായിരുന്നു കൂടുതൽ വിഷമം, ഇവരിനി എന്ത് ചെയ്യും, എങ്ങനെ മുമ്പോട്ട് പോകുന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിറ്റേ ആഴ്ച തൊട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് പള്ളിയിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഈ പെണ്ണുങ്ങൾ ഇവരുടെയൊക്കെ നല്ല സാരി ഇവർക്ക് തിരികെ കൊണ്ടുവന്നായിരുന്നു ഓൺലൈനകത്ത്. ഇവരൊക്കെ നല്ല പട്ടുസാരിയൊക്കെ ഉടുത്ത് എല്ലാവരും ഒക്കെ പള്ളിയിൽ പോയി ഇങ്ങനെ നല്ലപോലെ അണിഞ്ഞൊരുങ്ങിയൊക്കെ പോയി. ഇവർക്കൊന്നും നഷ്ടമായില്ലെന്ന് തോന്നുന്നു, എന്നവർ തിരിച്ചു പറയാൻ തുടങ്ങി. അങ്ങനെ എനിവേ കുറേ മാസങ്ങൾ നീണ്ടു കഴിഞ്ഞപ്പം ഫെബ്രുവരി അല്ല മെയ് മാസം ആയപ്പം ഇങ്ങനെ ഞങ്ങളെ ഓരോരുത്തരെയൊക്കെ വിളിക്കാൻ തുടങ്ങി. ആദ്യം നേഴ്സുമാരെ കുറേ പേരെ വിളിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വളരെ നീണ്ടുപോയി. പക്ഷേ ഇത് ഒരാളുടെ അല്ല, ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. അതുപോലെ തന്നെ പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നടുവിൽ നിന്ന് എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ്. അപ്പം ഇപ്പോൾ ഞാൻ നിർത്തിയിരിക്കുന്നത് കുവൈറ്റ് വാർ കഴിഞ്ഞ് വന്നപ്പോൾ വീട്ടിലെ അവസ്ഥ എങ്ങനെയായിരുന്നെന്നാണ്. അടുത്ത ലക്കത്തിൽ ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ച് കുവൈറ്റിലോട്ട് പോകാൻ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് അവരെ പോയത്, എങ്ങനെയാണ് അവരുടെ ജീവിതം അവർ തിരിച്ചു പിടിച്ചത് എന്നതാണ് അടുത്ത ലക്കത്തിൽ ഞാനിടുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കാണുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, ഷെയർ ചെയ്യുക. നമുക്ക് പരസ്പരം അനുഭവങ്ങൾ ഷെയർ ചെയ്ത് ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നന്നായിട്ട് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമ്മൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ അങ്ങനെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകാൻ പരിശ്രമിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.